ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിലും പ്രതിസന്ധി. മുഖ്യമന്ത്രി ഭഗവത് മാനിനോട് എതിർപ്പുള്ള 30 MLA-മാർ രാജ്യസന്നദ്ധത അറിയിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. MLA-മാരുടെ യോഗം വിളിച്ച് ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ MLA-യുമായി ചർച്ച തുടങ്ങിയെന്ന് കോൺഗ്രസ്. പിന്നാലെയാണ് ഡൽഹി MLA-മാരുടെ അടിയന്തര യോഗം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, എപ്പോഴാണ് യോഗം ചേരുക? വിവരങ്ങൾ. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് പഞ്ചാബിലെ ഈ 30 MLA-മാർ രാജ്യസന്നദ്ധ അറിയിച്ച് രംഗത്ത് വന്നത്. പ്രധാനമായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാനിനോടുള്ള എതിർപ്പ്, അഭിപ്രായ വ്യത്യാസം കാരണം 30 MLA-മാർ രാജ്യസന്നദ്ധ അറിയിച്ചതാണ് ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാനിന്റെ പ്രവർത്തന രീതിയോട് എതിർപ്പുള്ള വിമത MLA-മാർ 30 MLA-മാർ ഭീഷണി ഉയർത്തിയതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കാരണം. ഇതിൽ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി ഒരു ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബി ജെ പിയുമായി അടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം തന്നെ ഈ വികസനത്തിന്റെ കാര്യത്തിൽ പഞ്ചാബിൽ വാഗ്ദാനം ചെയ്ത വികസനം ഒരു മുരടിച്ച അവസ്ഥയിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആക്ഷേപിച്ചാണ്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ 30 MLA-മാർ AAPയുടെ ആം ആദ്മി പാർട്ടിയുടെ 30 MLA-മാർ ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ച് രംഗത്ത് വന്നത്. ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനമായും അതേസമയം തന്നെ പഞ്ചാബിൽ 30 MLA-മാർ തങ്ങളുടെ വരുതിയിലാണെന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് തിടുക്കത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, ദേശീയ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തിടുക്കത്തിൽ ഈ MLA-മാരുടെ ഒരു അടിയന്തര യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. ഇതിൽ പ്രധാനമായും MLA, മന്ത്രിമാർ, മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാനടക്കമുള്ള നേതാക്കൾ ഈ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് പുറപ്പെട്ടുണ്ട്. ഡൽഹിയിൽ ഇന്നത്തോടെ ഒരു അടിയന്തര യോഗം ചേരുമെന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് ന്യൂഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ നടക്കുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുണ്ടാകും. തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി നീക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ 2027 വരുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു യോഗം ഇത്തവണ ചേരും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ന് ദേശീയ കൺവീനറുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം തന്നെ ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാൻ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഒരു റിപ്പോർട്ടും കൂടി നിലവിൽ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിനെ സംബന്ധിച്ചോളം പഞ്ചാബിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മറ്റൊരു സംസ്ഥാനം കൂടി, ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമായ പഞ്ചാബിൽ കൂടി ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു. എന്നാൽ പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം ഇത് രാജ്യത്ത് പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നൊരു വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് മുന്നിലുണ്ട്. അതിനായിരുന്നു ഇന്ന് ഒരു അടിയന്തര യോഗം ഇപ്പോൾ ഡൽഹിയിൽ ഒത്തുചേർന്നത്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ ന്യൂഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ അടിയന്തര യോഗം ചേരുമെന്ന നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ പഞ്ചാബിലും ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അടിയന്തര യോഗത്തിൽ പ്രധാനമായും ഈ അടുത്ത 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത രാഷ്ട്രീയ ഭാവി എന്തെന്ന കാര്യത്തിൽ ഒരു അടിയന്തര യോഗം ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. എന്തായാലും പ്രധാനമായും ഈ 30 MLA-മാർ ഈ രാജ്യസന്നദ്ധ അറിയിച്ചതുമായി ബന്ധപ്പെട്ട് തുടർന്ന് കോൺഗ്രസ് ഇവരെ ചാക്കിട്ട് പഴിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ആ വിവാദം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഒരു അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ MLA-മാർ, മുഖ്യമന്ത്രി ഭഗത് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പങ്കെടുക്കും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ യോഗം ഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ ചേരുമെന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ അതൃപ്തിയുള്ള MLA-മാരെ എല്ലാം അടിയന്തര ഒരു യോഗം വിളിച്ച് അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെയാണ് ഈ അതൃപ്തിയുള്ള ഈ MLA-മാരെ അതൃപ്തി അറിയിച്ചവരെ എല്ലാം കൂടെ കൂട്ടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം, അല്ലേ? പ്രധാനമായി വൃന്ദ 117 നിയമസഭാ മണ്ഡലമുള്ള പഞ്ചാബിൽ 92 സീറ്റുകളാണ് AAPക്ക് ആം ആദ്മി പാർട്ടിയുടെ കൈവശമുള്ളത്. 18 സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലും. എന്തായാലും ഈ 30 MLA-മാരുടെ തങ്ങളെ വരുതിയിലാക്കിയാൽ സംസ്ഥാനത്തിന് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നൊരു വസ്തുതയാണ്. എന്നാൽ 2027 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ പ്രതാപ് സിംഗ് ബജ്വ ഒരു വ്യക്തമാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ 30 MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം. ഇതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 30 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഒരു സംയുക്ത യോഗം, ഒരു അടിയന്തര യോഗം ചേരുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം രാജ്യത്ത് ഭരിക്കുന്ന ഏക സംസ്ഥാനമായ പഞ്ചാബിൽ ഒരു ഭരണ നഷ്ടമാകരുത് അല്ലെങ്കിൽ സംസ്ഥാനം നഷ്ടമാകരുത് എന്നൊരു മുന്നൊരുക്കത്തിന്റെ ഭാഗം കൂടി അല്ലെങ്കിൽ 2027 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു തന്ത്രം മെനയുന്നതിനുമായിട്ടാണ് ഇന്നിപ്പോൾ ന്യൂഡൽഹിയിലെ കപൂർത്തല ഹൗസിൽ ഒരു യോഗം ചേരുന്നത്. അതേസമയം തന്നെ കോൺഗ്രസും ആരോപിക്കുന്നുണ്ട് ഈ 30 MLA-മാർ തങ്ങളുടെ വരുതിയിലാണ്, ഒന്ന് ചാക്കിട്ട് പിടിച്ചാൽ അല്ലെങ്കിൽ അടുത്ത കോളിൽ ഞങ്ങളുടെ കൂടെ വരും. എന്തായാലും അങ്ങനെ കൂടെ വന്നാൽ തന്നെ ഒരു പഞ്ചാബിനെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഭരണം മാറുന്ന സാഹചര്യമോ പഞ്ചാബിനെ സംബന്ധിച്ചോളം ഉണ്ടാവില്ല. എന്തായാലും 117 നിയമസഭാ മണ്ഡലമുള്ള പഞ്ചാബിൽ 92 സീറ്റുകളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കുള്ളത്. 30 സീറ്റ് പോയാലും ഭരണ സമ്പാവസ്ഥയെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകത്തില്ല. എന്നാൽ വരുന്ന ഈ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 30 MLA-മാർ തങ്ങളുടെ വരുതിയിലായാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയൊരു മുതൽക്കൂട്ടാകും. അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുന്നത്. വൃന്ദ, ശരി, സമഗ്രമായ വാർത്തയുടെ വിശദാംശങ്ങളാണ് രാജേഷ് ശ്രീനിവാസൻ നൽകിയത്.